ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ മൈ ലൈഫാണ് കേട്ടോ. എനിക്ക് ചെറിയ ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയതുകൊണ്ട് സൗണ്ടൊക്കെ ചെറുതായിട്ട് മാറിയിരിക്കുകയാണ്. എനിക്ക് ഈ ചെവിയിൽ പൂപ്പൽ വന്നതിന് ശേഷം കേട്ടോ പെട്ടെന്ന് ഇങ്ങനെ അലർജി വരുന്നത്. മരുന്നൊഴിക്കുന്ന സമയം മാറുമെങ്കിലും പിന്നെ പെട്ടെന്ന് വരും കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടിന് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരിൽ ഒരാൾ മാത്രമേ ഇണങ്ങത്തുള്ളൂ. ഇവ മാത്രമേ ഇണങ്ങത്തുള്ളൂ. ഒരെണ്ണാൾ പറഞ്ഞ പെണ്ണുവാൻ തോന്നുന്നു. അപ്പോൾ വിളിച്ചപ്പോഴൊക്കെ ഓടി വന്നു. പേരിട്ടിട്ടില്ല. പേര് കുറേ പേരുകൾ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പത്തേനും തിരക്കായി പോയിട്ടോ. ഇനിയിപ്പം ഏതെങ്കിലും പേര് വിളിച്ച് പഠിപ്പിക്കണം. വിളിച്ചാൽ അപ്പം തന്നെ വരും. മറ്റവും വരത്തില്ല കേട്ടോ. കുറച്ചേരം അവനെയും കളിപ്പിച്ചിട്ട് നമ്മൾ അടുക്കളയിലേക്ക് ചെന്നു. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വൈകിയായിട്ട് എഴുന്നേറ്റ്. അപ്പോൾ രാത്രി ചേട്ടായി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശയ്ക്കുള്ളത്. അപ്പോൾ ആ ഒരു പാത്രം നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയും പിള്ളേരൊക്കെ പിന്നെ രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് അവർ ദോശയ്ക്ക് ഉണ്ടാക്കി കഴിച്ചു. പിന്നെ നമ്മൾ രണ്ടാളും പുറത്ത് പോയിട്ട് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട്. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവിടെ ഇരുന്നാണ് മിക്കവാറും ഞാൻ ചായയും കാപ്പിയൊക്കെ കുടിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഒട്ടും പൂവില്ലായിരുന്നു കേട്ടോ. എല്ലാ ഇലച്ചെടികളായിരുന്നല്ലോ. അങ്ങനെ ഞാൻ 1-2 വാടാമുല കൊണ്ടുവച്ചതാണ്. അതിപ്പോൾ പൂ ഇട്ടിട്ടുണ്ട്. പൂച്ചെടികൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇലച്ചെടികളോട് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. നമ്മൾ കുറേ ഇലച്ചെടികളുടെ ഒക്കെ നടുവിൽ ഇരിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ നേരം പൂന്തോട്ടത്തിൽ കൂടെയൊക്കെ നടന്നു. രാവിലത്തെ ഇങ്ങനത്തെ സ്ലോ മോർണിംഗ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് തിരക്കൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഇങ്ങനെ ഞാൻ കുറേ നേരം നടക്കും. ഞങ്ങൾ നേരത്തെ ഇടയ്ക്ക് വാക്കിങ്ങിനൊക്കെ പോകുമായിരുന്നു. പിന്നെ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അതിന് മടിയാട്ടോ. അപ്പോൾ ചേട്ടായി മീനിനൊക്കെ തീറ്റയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇപ്പോൾ എല്ലാവർക്കും അവധിയുള്ള സമയമാട്ടോ. പപ്പായ്ക്ക് അമ്മയ്ക്ക് പണിയില്ല, ചേട്ടായിക്ക് പണിയില്ല, പിന്നെ പിള്ളേർക്ക് സ്കൂളില്ല. അതുകൊണ്ട് എല്ലാവരും തന്നെ വീട്ടിലുണ്ട്. അതുകൊണ്ട് തിരക്ക് പിടിച്ച് രാവിലെ കുക്കിങ്ങും പരിപാടി ഇതൊന്നുമില്ല. എല്ലാവരും പതുക്കിയൊക്കെ എഴുന്നേറ്റ് എല്ലാവരുടെയും കംഫർട്ട് സോണിലാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടാ മീൻ തീറ്റിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തോട്ടിലെ മീനാട്ടോ. അതിനകത്ത് ആകെ ഒരേ ഒരു ഫിലോപ്പേ ഉള്ളൂ. ബാക്കിയെല്ലാം തോട്ടിലെ മീനാണ്. അതുങ്ങൾ നല്ല മീൻ ഫുഡൊക്കെ തിന്ന് വളരുന്നുണ്ട്. കൊണ്ടുപോയിട്ടിപ്പോൾ കുഞ്ഞ് പീക്കിരിയായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഇപ്പോൾ സിദ്ധുവും ആളും അവരുടെ എന്തോ കലാവിരുതുകളൊക്കെ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ടാങ്കിനകത്ത് നമ്മൾ വളർത്തുന്ന മീനാട്ടോ. അനാബസോ അങ്ങനെ എന്തോ ഒരു മീനെ നമ്മൾ വാങ്ങിയതാണ്. ഇവന്മാരങ്ങ് അടിയിലേ കിടക്കത്തുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ പൊങ്ങി ചാടി വരും. അപ്പോൾ നമ്മളിങ്ങനെ അനങ്ങാതെ നോക്കി നിന്നാലേ ഇത് വരത്തുള്ളൂ. അപ്പോൾ ഞാനൊരു വിധത്തിൽ ഇങ്ങനെ തൂങ്ങി നിന്ന് നോക്കുകയാണ്. പെട്ടെന്ന് ഇങ്ങനെ മേളിൽ വന്ന് ഇങ്ങനെ വെട്ടിയിട്ട് താഴേക്ക് പോകും കേട്ടോ. പിന്നെ കുറേ നേരം ഇങ്ങനെ പതുക്കം മിണ്ടാതിരിക്കുമ്പോഴേ അവന്മാർ വരത്തുള്ളൂ. ചെറിയ ടാങ്ക് ആയതുകൊണ്ട് നമ്മളൊരു 10 എണ്ണത്തിന് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവന്മാർ വളർന്നു വരുമോ നമുക്ക് നോക്കാം. ആദ്യം കൊണ്ട് ഇട്ടതിനേക്കാളും കുറച്ച് വലുതായിട്ടുണ്ട്. അപ്പോൾ കല്ലിൻ്റെ മേളിൽ നിന്ന് ഇറക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ ഇറക്കുന്ന രംഗം കേട്ടോ കാണുന്നത്. ഒരു കാലെ പിടിച്ച് എന്നെ ഇറക്കി ഞാൻ നേരെ താഴെ പോയി. ഇതിലും വേദന ഞാൻ തന്നെ ഇറങ്ങുന്നതായിരുന്നു. അങ്ങനെ നമ്മൾ മീനിനെ തീറ്റയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോകാൻ ഇറങ്ങിയപ്പോഴാട്ടോ ഇവിടെ ഒരാളുടെ കലാപ്രകടനങ്ങൾ കണ്ടത്. അപ്പോൾ എങ്ങനെയെങ്കിലും മീനിനെ പിടിക്കാനുള്ള പരിപാടിയിലാണ് ആശാൻ. കഴിഞ്ഞ ജന്മത്തിൽ ഏതോ സർക്കസിൽ ഉണ്ടായിരുന്ന പൂച്ചയാണ് കേട്ടോ തോന്നുന്നത്. ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അതിനകത്ത് ആ ഒരു ഇച്ചിരിയുള്ള സ്ഥലത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്നിട്ട് ആ ഇല കണ്ടപ്പോൾ ആശാൻ ഓർത്തു മീനാണെന്ന്. എന്നിട്ട് അതിങ്ങനെ തോണ്ടിയെടുക്കാനൊക്കെ നോക്കി. പേരിടാത്തതുകൊണ്ട് പ്രത്യേകിച്ച് പേരൊന്നും വിളിക്കാൻ വരുന്നില്ല കേട്ടോ. ഞങ്ങൾ കുറേ പേര് കണ്ടുവച്ചിട്ടുണ്ട്. നമ്മളൊരു വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു ഇവരെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ വീഡിയോയിൽ കുറേ പേരുകൾ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റ് നോക്കിയിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. കുറേ പേരുകളുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ആയിട്ടിടാം. അപ്പോൾ പോളായിട്ടിടുമ്പോൾ നിങ്ങൾക്കും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു പേരിടണം. ആദ്യമൊന്നും ഇവർ അടുക്കുന്നേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ പതുക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ തലയിലൊക്കെ തലോടി കൊടുക്കും. അങ്ങനെയാണ് മറ്റവൻ അടുത്തത്. ഒരെണ്ണത്തിനിപ്പോഴും പേടിയാണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പേരൊന്നും ഇടാത്തത്. കാരണം ഒരു കമ്പനി ആയില്ലേ നമുക്കൊന്ന് പേരിടാൻ വേണ്ടി തോന്നത്തുള്ളൂ. അവൻ മീനെ തീറ്റയൊക്കെ കൊടുത്തിട്ട് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനും സിദ്ധുവൊക്കെ നേരത്തെ കഴിച്ച്. എന്നാലും ഞാൻ ഇടയ്ക്ക് ഓരോ പീസൊക്കെ കൊടുത്തപ്പോഴത്തേനും അവൻ കഴിക്കുന്നുണ്ട്. ചേട്ടായി ഉച്ചയ്ക്ക് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് രണ്ടാളും ഡാൻസ് കളിക്കുന്നതാണ്. ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇല്ലുമിനാറ്റിയുടെ സ്റ്റെപ്പ് പറഞ്ഞു കൊടുത്തു. ഇല്ലുമിനാറ്റിയുടെ സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോഴത്തേനും പിന്നെ അതിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശ്രീകുട്ടനിപ്പോൾ നല്ല വർത്താനമൊക്കെ പറയാനായി. എപ്പോഴും നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കും. ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇതെന്താ മൊട്ടേച്ചിച്ചി, ഇതെന്താ, അങ്ങനെ എല്ലാ ആൾക്കും അറിയണം. അപ്പോൾ ഇപ്പോഴും സംസാരിച്ച് ഭയങ്കര കമ്പനിയാണ്. ഇവിടെ വീട്ടിലുള്ള ദിവസം ഫുൾ ടൈം ആൾ റൂമിലായിരിക്കും. റൂമിൽ വന്നിരുന്ന് ഭയങ്കര കഥ പറച്ചിലും വർത്താനും ഒക്കെ കേട്ടോ. ഞാനൊരു പാട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അവനെ കണ്ണാന്തുമ്പി പാട്ട്. രാത്രി വന്നിരുന്ന് ഫുൾ കണ്ണാന്തുമ്പി പാടിക്കൊണ്ടിരിക്കും. നല്ല രസമാണ് കേട്ടോ. ഞാനങ്ങനെ കുഞ്ഞു വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിദ്ധു മൂക്കിൽ പൊട്ടക്കച്ചവടം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ചേട്ടായി മാത്രമേ പോകുന്നുള്ളൂ. ചില സമയത്ത് ഞങ്ങൾ പിന്നെ പിള്ളേരെ കൂട്ടിക്കൊണ്ട് പോകാറുണ്ട്. ശ്രീകുട്ടനാണ് നല്ല
പനിയായിരുന്നു 2-3 ദിവസമായിട്ട്. ഇപ്പോൾ ഒന്ന് കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ ഈ മഴയൊക്കെ പിടിച്ച് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു. നമ്മളെപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കയറിയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും പുറത്തേക്കൊക്കെ ഇറങ്ങും. അപ്പോൾ ഞങ്ങൾ തമിഴ്നാട് എത്തിയപ്പോഴത്തേക്കും പിന്നെ നല്ല മഴയായിട്ടോ. അങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. എന്നാലും സൂപ്പർ മാർക്കറ്റിലാകുമ്പോൾ നമുക്ക് നോക്കി നോക്കി എടുക്കാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും ഇവിടെയാണ് വരാറുള്ളത്. പിന്നെ കുറേ ലോഷനും സോപ്പ് പൊടിയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അത് ചേട്ടായി നോക്കി എടുക്കുന്നുണ്ട്. ഞാൻ കിച്ചണിലോട്ടുള്ള സാധനങ്ങളൊക്കെ ആട്ടോ വാങ്ങുന്നത്. ആശാൻ സ്മെല്ലുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സാധനത്തിൻ്റെയും സ്മെല്ല് നോക്കിയിട്ട് അതിനിഷ്ടമുള്ളത് ആൾ നോക്കി എടുക്കത്തുള്ളൂ. റൂമിലിടുന്ന സാധനങ്ങളും ഡ്യോഡ്രൻറ്റ് പിന്നെ ബാത്റൂമിലൊക്കെ സ്മെല്ലിന് വേണ്ടി വെക്കുന്നത് എല്ലാ ആളാട്ടോ എടുക്കുന്നത്. ആ ഭാഗത്തേക്കേ ഞാൻ പോകാറില്ല. ചില സാധനങ്ങൾ സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് തലവേദന വരും. അപ്പോൾ ഒട്ടും ഞാനത് സ്മെല്ല് ചെയ്ത് നോക്കത്തില്ല. പിന്നെ അതേ പാലും ചൂലൊക്കെ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തായിട്ടുള്ള നേഴ്സറിയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ചെടികളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ പ്ലാനിലൊന്നും പോയതല്ല, പച്ചക്കറി തൈക്ക് വേണ്ടിയിട്ടായിരുന്നു പോയത്. പക്ഷേ അവിടെ പച്ചക്കറി തൈ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ 1-2 ചെടികൾ വാങ്ങാമെന്ന് ഓർത്തു. അപ്പോൾ നല്ലോണം പൂക്കുന്ന 2 ചെടികൾ തരാമെന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ആ ചേട്ടൻ ഈ 2 ചെടിയാട്ടോ കാണിച്ചു തന്നെ. അപ്പോൾ ആ 2 ചെടിയും വാങ്ങി. പിന്നെ ഞങ്ങൾ കുറേ നോക്കിയെങ്കിലും എല്ലാ ഇലച്ചെടികളൊക്കെ ആയിരുന്നു. പിന്നെ ഈ ഒരു ഇൻഡോർ പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഇൻഡോറാന്ന് തോന്നുന്നു, തിണ്ണയിലൊക്കെ വെക്കുന്ന ആ ഒരു ടൈപ്പാന്ന് തോന്നുന്നു. അതൊക്കെ ചുമ്മാ വെറുതെ നോക്കി. പിന്നെ 2 വാങ്ങിയല്ലോ കേട്ടോ. ഇത് രണ്ടും നമ്മൾ ഇതുവരെ അങ്ങനെ വാങ്ങിയിട്ടില്ലാത്ത ചെടികളാണ്. അപ്പോൾ പൂക്കോ എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ചേട്ടായിക്ക് എങ്ങാണ്ടോ പോകാനുള്ളത് കൊണ്ട് ആശം ഞങ്ങളവിടെ താഴെ ഇറക്കി വിട്ടിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ മാളുവിനെ വിളിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേനും തൊട്ട് പുറകെ നല്ല മഴയായിട്ടോ. മഴ തുടങ്ങിയ പിന്നെ സത്യം പറഞ്ഞാൽ പുറത്തിറങ്ങാൻ തന്നെ മടിയാട്ടോ. എങ്ങനെയെങ്കിലൊക്കെയാണൊന്ന് പുറത്ത് പോയിട്ട് വരുന്നത്. അപ്പോൾ ചേട്ടായും കൂടെ വന്നിട്ട് ഞാൻ പിന്നെ ചോറുണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ മാളുക്കുട്ടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ശ്രീകുട്ടനും പനിയും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ആശ ചെറിയ മൂഡ് ഓഫിലാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഉച്ചയ്ക്കൊന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റു. അപ്പോൾ അതിൻ്റെ ഒരു ഡൾനെസ്സിലിരിക്കുന്നതാണ്. കുറച്ച് നേരം എടുക്കും ഒന്ന് ഓണായി വരാൻ. അപ്പോൾ അതുകൊണ്ട് അവൻ ഇഷ്ടമുള്ള പാട്ട് വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. ചേട്ടാ അപ്പോഴത്തേനും വന്നായിരുന്നു. അപ്പോൾ ആശാൻ പാട്ട് വെക്കാൻ വേണ്ടി തുടങ്ങുമായിരുന്നു കേട്ടോ. എല്ലാവരും ചുമ്മാ വീട്ടിലിരിക്കുന്നതുകൊണ്ട് വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ പാട്ട് വെക്കാൻ പറഞ്ഞപ്പോൾ അവന് കണ്ണാന്തുമ്പി ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ പഠിപ്പിച്ച് കൊടുത്തതാണ്. അപ്പോൾ അവന് കുറച്ചിങ്ങനെ പാടും. അപ്പോൾ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ അത് പാടിയൊക്കെ ഇരുന്നോളും. അപ്പോൾ ചേട്ടാ അപ്പോഴത്തേനും ഭയങ്കര ഡാൻസായി. അത് കണ്ടപ്പോഴത്തേനും ആശാന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടാ ഇങ്ങനെ പിള്ളേരുടെ അടുത്ത് ഭയങ്കര ഫണ്ണിയാട്ടോ. പ്രത്യേകിച്ച് മാളുമായിട്ട് അവർ രണ്ടുപേരും എപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കും. ഓലത്തുമ്പത്തിരുന്ന് പാട്ടിട്ടപ്പോഴത്തേക്കും അത് പാടി മാളുമായിട്ട് കളിക്കുന്നതാണ് ഈ കാണുന്നത്. ഭയങ്കര രസമാട്ടോ ചേട്ടായി പിള്ളേരുടെ കൂടെ കളിക്കുന്നത് കാണാൻ. പിന്നെ ഞങ്ങൾ ശ്രീകുട്ടനെയും വെച്ച് വിടുന്നത് ഭയങ്കര കളിയായിരുന്നു. ഇങ്ങനെയൊക്കെ കളിക്കുന്നവർ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയം ഞങ്ങൾ മിക്കവാറും പിള്ളേരോട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ 2 ആൾക്കും വിശക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തെങ്കിലും ടച്ചിങ്സും കൂടെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ചമ്മന്തി അരയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പോയിട്ട് തേങ്ങ ചിരണ്ടുന്നുണ്ട്. അപ്പോൾ നല്ല തേങ്ങയായിരുന്നു കേട്ടോ. നല്ല രുചി ഉണ്ടായിരുന്നു കഴിക്കാൻ. തേങ്ങ ചിരണ്ടുമ്പോൾ പിന്നെ ഫസ്റ്റ് എൻ്റെ വയലോട്ട് പോയിട്ട് ബാക്കി കറി ആവത്തുള്ളൂ. അപ്പം ചമ്മന്തിയും രസവും കൂട്ടിയിട്ട് നമ്മളിത് ഫുഡ് കഴിക്കുന്നുണ്ട്. എനിക്ക് രസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടയ്ക്ക് നേരത്തെ അത്ര ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ കഴിച്ച ആൾക്ക് ഇഷ്ടമായി. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഞങ്ങളൊരു മൂവി വെച്ച് എല്ലാവർക്കും കൂടെ കാണാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് മൂവി കാണുന്നുണ്ട്. അവ കസേര ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേട്ടയുടെ മടിയിൽ കയറിയിരിക്കുമായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ ഉണ്ട് ശ്രീകുട്ടനും പതുക്കെ എൻ്റെ മടിയിൽ കയറിയിരിക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും വെയിറ്റ് ആയതുകൊണ്ട് ചേട്ടായി പതുക്കെ പോയിട്ട് സിദ്ധുവിൻ്റെ കസേര എടുത്തു കേട്ടോ. എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിരുന്ന സിനിമ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു തമിഴ് പടം ആട്ടോ, കുറ്റം 23 എന്ന് പറഞ്ഞിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നല്ല സിനിമയാണ്. മഹിമയുടെ സിനിമയൊന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ വെറുതെ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടോ എന്ന് നോക്കി അങ്ങനെ തപ്പി കണ്ടുപിടിച്ചെടുത്തതാണ്. അപ്പോൾ ആ ഒരു മൂവി ഇരുന്ന് കാണുന്നുണ്ട്. നല്ല സിനിമയായിരുന്നു. ഞങ്ങൾ രാത്രി ആയിട്ട് അത് കണ്ടു തീർത്തത്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വേറെ എന്തൊക്കെയോ പരിപാടിക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ റൂമിൽ പോയി കിടന്നു. അപ്പോഴത്തേനും എല്ലാവരും സിനിമ കാണിച്ചൊക്കെ നിർത്തിപ്പോയി. അപ്പോൾ ഞങ്ങളും ഹാളിൽ ഇരുന്ന് മടുത്തുകൊണ്ട് മുറിയിൽ പോയി കിടക്കുമായിരുന്നു. കിടന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകുട്ടൻ അവിടെ നിന്ന് ഭയങ്കര കളി. പിന്നെ അതുപോലെ കരാട്ടയുടെ ടെസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റിന് പോകേണ്ടതുകൊണ്ട് പിന്നെ കാണാനും സമയം കിട്ടിയില്ല. അപ്പോൾ ഒരു പകുതി കണ്ട് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ടെസ്റ്റിന് പോയി. അപ്പം മാളുവിൻ്റെ ഫസ്റ്റ് ബെൽറ്റാണ് കേട്ടോ. മാളു ഓൾറെഡി മറ്റേ വൈറ്റ് ബെൽറ്റ് നമ്മൾ ചേരുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. മാളുവിൻ്റെ യെല്ലോ ബെൽറ്റും എൻ്റെ ഗ്രീൻ ബെൽറ്റിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് കേട്ടോ. അപ്പം തിടനാട്ടിലുള്ള കരാട്ട ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ടെസ്റ്റ്. അപ്പോൾ ചെന്ന പാടെ മാളുവിന് ഞാൻ ബെൽറ്റൊക്കെ കിട്ടി കൊടുക്കുന്നുണ്ട്. അവളുടെ ബെൽറ്റ് ഇടയ്ക്ക് ലൂസായി പോവും. അവളുടെ ബെൽറ്റ് അവളെക്കാളും 3 ഇരട്ടി വലുതാണ്. എത്ര കിട്ടിയാലും അതിൽ കുറേ താഴോട്ട് തൂക്കിക്കിടക്കാനുണ്ടാവും. അപ്പോൾ ഇതെൻ്റെ കരാട്ട ക്ലാസ്സിലെ ഫ്രണ്ടാണ് കേട്ടോ ദേവിക. അവൾ നാലിലാണ് പഠിക്കുന്നത്. പക്ഷെ എൻ്റെ പൊക്കം കിട്ടും. ഞാൻ ഈ പിള്ളേരുടെ കൂടെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടെസ്റ്റിൻ്റെ ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. 4:30 എത്തണമായിരുന്നു. അതുകൊണ്ട് 4:15 കഴിയുമ്പോൾ ചെന്നതുകൊണ്ട് ഞാൻ അവിടെ വെറുതെ നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം ആ ഒരു സമയം ഞങ്ങളിവിടെ നിന്ന് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. പിള്ളേർക്ക് ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർ അതൊക്കെ നോക്കിയിട്ട് ചെയ്യുമായിരുന്നു.
മാളുവിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം പഠിച്ചതൊക്കെ ഒന്നുകൂടെ ഓർത്ത് എല്ലാം അവളൊന്നുകൂടെ ചെയ്ത് നോക്കി. അപ്പം മറ്റേ കൊച്ച് കഴിഞ്ഞ പ്രാവശ്യം ഓൾറെഡി യെല്ലോ ബെൽറ്റ് കിട്ടിയതാണ്. അപ്പോൾ അവൾക്ക് ഈ പ്രാവശ്യം അടുത്ത ഓറഞ്ച് ബെൽറ്റിലേക്കാട്ടോ, എനിക്ക് ഗ്രീൻ ബെൽറ്റും. അങ്ങനെ 4 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ഗ്രീൻ കളറ് കർട്ടൻ ചുറ്റി ഇട്ടേക്കുന്നത് കാരണം ചെറുതായിട്ടൊരു ലൈറ്റിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാട്ടോ ക്ലിയർ ആയിട്ട് കാണാത്തത്. അപ്പോൾ ആദ്യം നോർമലി നമുക്ക് ക്ലാസ് തുടങ്ങുന്ന പോലെ തന്നെ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വാമപ്പ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ചെയ്യിപ്പിച്ചിട്ടാട്ടോ പിന്നെ നമ്മൾ കത്തയിലേക്കൊക്കെ പോയത്. അപ്പോൾ കുറച്ച് നേരം ഓരോന്നൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് തന്നു കേട്ടോ. അപ്പോൾ ചേട്ടാ ഇവിടെ ഉണ്ടായിരുന്നു, ചേട്ടായാണ് വീഡിയോ എടുത്തു തന്നത്. പിന്നെ ഇത് ഈ റിസ്വാൻ ഞങ്ങളുടെ സീനിയർ ആയിട്ടോ. അപ്പോൾ മാളൂന് എന്തോ ചെയ്യുന്നതിന് ഡൗട്ട് ഉണ്ടെന്ന് പറയുമ്പോഴത്തേനും അവരത് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളിങ്ങനെ ആ സംഭവം ചെയ്യാനായിട്ട് അവൾക്ക് എന്തോ ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതേ ആശാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങളുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് എക്സസൈസുകളും കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാട്ടോ പിന്നെ കത്ത സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പുഷപ്പാണ് എടുപ്പിച്ചത്. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ടെസ്റ്റിനുള്ള കഥ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് സാറ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബെൽറ്റ് തരുന്നുണ്ട്. അപ്പോൾ ബെൽറ്റ് കെട്ടിയിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റും തരും. നമുക്ക് കിട്ടുന്ന ഈ ഒരു സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉള്ളതാണ് കേട്ടോ. നമുക്ക് 10th ചെല്ലുമ്പം ഗ്രേസ് മാർക്കിനൊക്കെ വാല്യൂബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നമുക്കൊരു സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് 10th ചെല്ലുമ്പോഴോ പിന്നെ +1 +2 അങ്ങനെ എന്തോ കോട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് അഡ്മിഷൻ കാര്യങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ മാൾക്കുട്ടിക്കൊക്കെ ഇനി മുതൽ ഈ ഒരു സംഭവം യൂസ്ഫുൾ ആകും. എനിക്കിപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞില്ല, പ്രത്യേകിച്ച് അതുകൊണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. സ്പോർട്സ് പോലെ തന്നെയാണ് കരാട്ടയിലും ഇങ്ങനത്തെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ബെൽറ്റൊക്കെ മാറി കെട്ടി സർട്ടിഫിക്കറ്റ് സാറ് തരുന്നുണ്ട്. അപ്പോൾ എൻ്റെ 3rd ബെൽറ്റാണ്. അപ്പോൾ എൻ്റെ ഓരോ ബെൽറ്റും കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനിടയിൽ ക്ലാസ്സിന് പോയപ്പോൾ ചെറിയ ഗ്യാപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് വന്നപ്പോഴത്തേനും ഹെൽത്ത് ഇഷ്യൂസ് വന്നു. എങ്കിൽ പോലും തോറ്റു കൊടുക്കാണ്ട് വീണ്ടും അതെങ്ങനെയെങ്കിലും ചെയ്യണം, എനിക്കത് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ ഈ ഒരു ടെസ്റ്റും നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് ആകെ വല്ലാണ്ടായിട്ടോ. ഞാൻ ഡേ മൈ ലൈഫ് ബാക്കി ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിൽ പോയിട്ട് സിനിമയും ബാക്കി കണ്ടിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നമുക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.